കേരളത്തെ തന്നെ പിടിച്ചുലച്ച നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ് കേസ് അന്വേഷണം വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനകത്ത് ഈ തട്ടിപ്പിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം കോടതിയിൽ പ്രതികൾ തമ്മിൽ തന്നെ കോടതിയിൽ കയറിയിട്ട് വാദിയും പ്രതിയാവും. അവർ ഏത് ആക്ട് അനുസരിച്ചാണ് ആ സ്ഥാപനം രജിസ്റ്ററുള്ള ഒരു പേപ്പർ കമ്പനിയാണ്. അവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് അവർക്കറിയാം. കാരണം എനിക്ക് ആ രേഖകൾ കിട്ടണമെങ്കിൽ പോലീസിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തുകൊണ്ട് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഈ രേഖകൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല? ഇല്ല, ഞാൻ ഇത് അന്വേഷണം വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരും. ഞാൻ വെറുതെ പറയുന്നതല്ല, മറച്ചു വയ്ക്കാനല്ല, ഇതെല്ലാം ഞാൻ വിളിച്ചത് കൊണ്ടുവരും. ഒരു സ്ഥാപനമല്ല, കേരളത്തിലെ സകല സ്ഥാപനങ്ങളെയും മറച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥരാണ് ഈ തട്ടിപ്പിന് കൂട്ടുന്നത്. നമസ്കാരം. കേരളത്തെ തന്നെ പിടിച്ചുലച്ച നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ് കേസ് അന്വേഷണം വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കാരണം ഈ ഒരു കേസ് അന്വേഷണം CBI ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു CBI അന്വേഷണത്തെ നിക്ഷേപകർ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ തട്ടിപ്പിനിരയായ SM നായർ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI അന്വേഷണം ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വാഗതാർഹമാണോ? അതെ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. കാരണം ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയും ഇത് നടത്തിയ രീതികളും ഇതെല്ലാം അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തി, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. അല്ലാതെ ഞങ്ങൾ കൊടുത്ത നിവേദനം മാത്രം നോക്കിയിട്ടൊന്നുമല്ല. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനകത്ത് ഈ തട്ടിപ്പിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കോപ്പികളൊക്കെ എടുത്തു. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഈ കേസിൻ്റെ മറവിൽ, അതായത് തമിഴ്നാട്ടിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതുകൊണ്ടും വഞ്ചിയൂർ കോടതിയിൽ ഒരു IP 2017 ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ 2 കേസിൻ്റെയും മറ പിടിച്ചുകൊണ്ട് ഇയാൾ വ്യാപകമായിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം കോടതിയിൽ പ്രതികൾ തമ്മിൽ തന്നെ കോടതിയിൽ കയറിയിട്ട് വാദിയും പ്രതിയാവും. അപ്പോൾ അവരിൽ ഒരാൾ എതിരായിട്ട് മറ്റൊരാൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ കോടതി നോക്കുമ്പോൾ ഇയാൾക്കെതിരായിട്ടാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വാദിയായിട്ട് വരുന്ന ആളിൻ്റെ വാദം കേൾക്കുന്നു. ആ വാദം ഈ പ്രതിക്ക് അനുകൂലമായിട്ടായിരിക്കുമല്ലോ. കാരണം അവർ തമ്മിൽ കോടതിയുടെ പുറത്ത് ഒരുമിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കോടതിയിൽ പോയിട്ട് ഇയാൾ കൊടുക്കുന്ന മൊഴി മുഖവിലേക്ക് എടുക്കുന്നു. കോടതിക്ക് തെളിവും രേഖകളുമാണ് ആവശ്യം, മൊഴിയാണ് ആവശ്യം. അത് കിട്ടുന്നു, അവർ ആ കേസിൽ വിധി കൊടുക്കുന്നു. അങ്ങനെ ആർബിട്രേഷൻ ട്രൈബ്യൂണലിൽ പോയിട്ട് ഇവർ ഗോശ്രീ ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു സാമ്പത്തിക സ്ഥാപനമാണ്. അത് നിയമവിരുദ്ധമാണ്. അത് അവർ ഫയൽ ചെയ്തിരിക്കുന്ന സൂട്ട് ചെയ്യാൻ നിയമവിരുദ്ധമാണ്. കാരണം ഒരു സാമ്പത്തിക സ്ഥാപനം നടത്തുന്ന ആൾ ഈ നിർമ്മൽ കൃഷ്ണ നിധി എന്ന് പറഞ്ഞ് കൃഷ്ണ ഫിനാൻസ് ഇങ്ങനെ വ്യാപകമായിട്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് 10ഓളം സാമ്പത്തിക സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ ഒഴികെ സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ നിർമ്മൽ എന്ന് പറയുന്ന വ്യക്തി. ഈ ധനകാര്യ സ്ഥാപനം നടത്തുന്ന സ്ഥാപനത്തിന് അതിൽ നടത്തിപ്പുകാർക്കും ലോണ് കൊടുക്കാൻ പ്രൈവറ്റ് സ്ഥാപനത്തിന് അധികാരമില്ല. ഇനി ഈ ഗോശ്രീ എന്ന് പറയുന്ന ഫൈനാൻസിന് ലോൺ കൊടുക്കാൻ തന്നെ അധികാരമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിന് നമ്മൾ പരിശോധിക്കണം. അവർ ഏത് ആക്ട് അനുസരിച്ചാണ് ആ സ്ഥാപനം രജിസ്റ്ററുള്ള ഒരു പേപ്പർ കമ്പനിയാണ്. പേപ്പർ കമ്പനി എന്ന് ഞാൻ പറയാൻ കാരണം, ഇതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരെന്ന് പറയുന്നത് പ്രീവിയസ് ഡയറക്ടറും ഇപ്പോഴത്തെ ഡയറക്ടറും സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരല്ല. അവർ കേഷ്യൂ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സും, ഒരാൾ സർക്കാർ സ്ഥാപനം, അതായത് റിസർവ് ബാങ്കിൻ്റെ സ്റ്റാഫുമാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഒരു ഉന്നത ശ്രേണിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് അവർക്കറിയാം. കാരണം അവർ റിസർവ് ബാങ്കും എല്ലാ ജീവനക്കാരാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസുകളും മറ്റുമൊക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ അവരാണ് ഈ സ്ഥാപനം നടത്തുന്നത്. പക്ഷേ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ പേരിലാണ്. അതും അതിനകത്ത് വളരെ ഒരു ദുരൂഹതയുണ്ട്. 5 ദിവസമാണ് യഥാർത്ഥ ഈ കമ്പനി ഗോശ്രീ എന്ന് പറയുന്ന ഫൈനാൻസ് രജിസ്റ്റർ ചെയ്ത ആൾ 5 ദിവസമാണ് അതിൽ MD ആയിട്ടിരുന്നിട്ടുള്ളത്. 5ാമത്തെ ദിവസം
സ്വന്തം ഭാര്യയുടെ പേരിൽ ഈ സ്ഥാപനം കൈമാറ്റം നടത്തുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് കാണണം? അതിൽ നിന്നും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇയാളുടെ പേര് ഉപയോഗിക്കുകയും അതിനുശേഷം ബാക്കി ഇടപാടുകൾ മൊത്തം അയാളുടെ ഭാര്യയുടെ പേരിൽ ചെയ്യുകയാണ്. കാര്യം അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇവർ റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഈ സാമ്പത്തിക സ്ഥാപനം നടത്തുമ്പോൾ അതിനകത്ത് തിരിമറി നടത്താം എന്നുള്ളത് ബോധപൂർവം ചെയ്ത പരിപാടിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവണമല്ലോ. 2017 തമിഴ്നാട് കേസെടുത്തു അന്വേഷണം നടത്തി ഈ കാര്യം അന്വേഷിച്ചിരുന്നു എങ്കിൽ എനിക്ക് കിട്ടിയ രേഖകൾ അവർക്കും കിട്ടും. കാരണം എനിക്ക് ആ രേഖകൾ കിട്ടണമെങ്കിൽ പോലീസിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തുകൊണ്ട് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഈ രേഖകൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല? ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന ഇടപാടാണ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരി എക്സ്പോർട്ടിലെ ഹവാല ഇടപാട് നടന്നു. അത് ഇന്നലെ തുടങ്ങിയതല്ല, 2017 മുമ്പേ തുടങ്ങിയതാണ്. ആ ഹവാല ഇടപാടിൻ്റെ രേഖകൾ ഞങ്ങളുടെ കൈ കിട്ടുന്നത് പിന്നീടാണ്. പക്ഷേ പോലീസുകാർ അന്വേഷിച്ചിരുന്നെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്നു, അവർക്ക് കേസെടുക്കാമായിരുന്നു. മാരാമഠത്ത് കൃഷ്ണ ഫൈനാൻസ് പ്രവർത്തിച്ചത് ഇന്നലെയൊന്നുമല്ല. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു പെരുങ്കടവിള കൃഷ്ണ ഫൈനാൻസ് പ്രവർത്തിച്ചിരുന്നുവെന്ന്. എന്തുകൊണ്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് തമിഴ്നാട് പോലീസിന് കിട്ടിയില്ല? നമ്മുടെ ക്രൈം ബ്രാഞ്ചും അവിടെ പോയിരുന്നല്ലോ നോഡൽ ഓഫീസറായിട്ട്. ആ നോഡൽ ഓഫീസർ പിന്നെ അവിടെ എന്താ ചെയ്തേ? ഇല്ല, ഞാൻ ഇത് അന്വേഷണം വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരും. ഞാൻ വെറുതെ പറയുന്നതല്ല, മറച്ചു വയ്ക്കാനല്ല, ഇതെല്ലാം ഞാൻ വിളിച്ചത് കൊണ്ടുവരും. ഈ നോഡൽ ഓഫീസർ അവിടെ ക്രൈം EOW ആയിട്ട് ചേർന്ന് എന്ത് അന്വേഷണം നടത്തി? കേരളത്തിലെ ഈ സ്ഥാപനം എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഒരു സ്ഥാപനമല്ല, കേരളത്തിലെ സകല സ്ഥാപനങ്ങളെയും മറച്ചു വെച്ചിരിക്കുകയാണ്. കേസിൽ പ്രതിയാക്കിയിട്ടില്ല, അവിടുത്തെ ഇടപാടുകൾ അന്വേഷിച്ചിട്ടില്ല, യാതൊന്നും നടത്തിയിട്ടില്ല. വളരെ ഈസി ആയിട്ട് ഞാനൊരു കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്നു, ഞങ്ങളുടെ ഒരു കക്ഷിയെ കൊണ്ടാണ് ഫയൽ ചെയ്യിക്കുന്നത്, അന്വേഷണം നടത്താൻ പറയുന്നു. ആ സ്ഥാപനം തുറക്കുമ്പോൾ അതിനകത്ത് സ്വർണ്ണം ഇരിക്കുകയാണ്. അപ്പോൾ ഈ പോലീസ് ഇവിടെ എന്താ ചെയ്തത്? ഇവരാരെയാണ് കളിപ്പിക്കുന്നത്? പൊതുജനത്തെയാണ് കളിപ്പിക്കുന്നത്. സർക്കാർ സംവിധാനം ഞങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥരാണ് ഈ തട്ടിപ്പിന് കൂട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ മറുപടി പറയണം. പെരുങ്കടവിളയിൽ ഈ സ്വർണ്ണം എങ്ങനെ ഇരുന്നു എന്നും ഈ സാമ്പത്തിക ഇടപാടിൽ കേരളത്തിൽ എങ്ങനെ നടത്തിയെന്നും ഈ ഉദ്യോഗസ്ഥർ മറുപടി പറയണം. ഹവാല ഇടപാട് നടത്തിയത് ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങിയത് ഇന്നലെയൊന്നുമല്ല, ഏകദേശം 10 വർഷത്തോളമായി. അതിന് മുമ്പ് ഈ 2017 തട്ടിപ്പ് തുടങ്ങുന്നത്, പുറത്തു വരുന്നതാണ് 2017. അതിനും 10 വർഷത്തിന് മുമ്പ് തുടങ്ങിയെന്നാണ് എൻ്റെ അനുമാനം. കാരണം ബാങ്ക് വഴി അല്ലാതെയും NRI അക്കൗണ്ട് വഴിയും അല്ലാതെയും കോടികളുടെ ഇടപാട് നടന്നിരിക്കുന്നു. അന്ന് രേഖകളിലുണ്ടായിരുന്നത് 13.5 കോടി എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ 9.5 കോടിയുടെ ഇടപാട് നടന്നതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കിട്ടി. അപ്പോൾ അത് ഹവാല ഇടപാടാണ്. അത് എങ്ങനെ വന്നു, എന്തിനു വേണ്ടിയിട്ട് വന്നു? അത് വളരെ ദുരൂഹമാണ്. കാരണം ഈ ശ്രീജിത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇവൻ്റെ ഒരു ബിസിനസ് പാർട്ണറാണ്. അവൻ്റെ കമ്പനിയിലേക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് പൈസ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് അറിയില്ല. ഇതിനെല്ലാം ഉപരി ഒന്നുകൂടെ ഉണ്ട്. തമിഴ്നാട് അരിമനയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, NSSൻ്റെ ഒരു ട്രസ്റ്റാണ്, BTM NSS ട്രസ്റ്റ് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. ആ ട്രസ്റ്റിന് ലക്ഷങ്ങളുടെ കൈമാറ്റം നടത്തിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാക്കാം, ഒരു ട്രസ്റ്റിന് ഡൊണേഷൻ കൊടുക്കാം, അത് അതിൻ്റെ ആസ്തി പോലെ കൊടുക്കാം. പക്ഷേ ആ ട്രസ്റ്റ് തിരിച്ചും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ആ ട്രസ്റ്റിൻ്റെ ഒരു പ്രധാന ചുമതലക്കാരനായിരുന്നു ഈ നിർമ്മല മാത്രമല്ല, അവിടുത്തെ ആ ട്രസ്റ്റിൻ്റെ ബോർഡിനകത്ത് ഈ നിർമ്മലനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ട്രാൻസാക്ഷൻ നടത്തിയത്, എന്തിനു വേണ്ടി നടത്തി? പക്ഷേ അതിൻ്റെ ബാധ്യത എങ്ങനെയാണ് ഈ കിംഫ്ര പാർക്കിലെ കന്യാകുമാരി എക്സ്പോർട്ടിൻ്റെ അക്കൗണ്ട് വഴി പോയത്? അപ്പോൾ ഇതൊക്കെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. ഇതൊന്നും തന്നെ നമ്മുടെ നോഡൽ ഓഫീസറും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചില്ല, തമിഴ്നാട് EOW അന്വേഷിച്ചില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എപ്പോൾ വന്നാലും ഞാൻ തെളിവ് തരാം.